വെൽക്കം ടു പെൻഡാറ്റ്. ഞാൻ സഞ്ജു, എൻ്റെ കൂടെയുള്ളത് അഭിശങ്കർ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് കിട്ടില്ലേ, അപ്പോൾ അതിലൊരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടാവും. ആൻഡ് കൂടാതെ അവർ മിനിമം ഡ്യൂ ടു പേ അതിലും ഒരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിലാണ് മിക്കവരും അത് പേ ചെയ്യുക. പക്ഷെ ഇതിൽ ആക്ച്വലി ശരിക്കും നമ്മൾ ഏതാണ് ചെയ്തു പോകേണ്ടത്? ഓക്കെ, ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ബില്ല് വരാണ്, 50,000 ആണ് നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ എന്ന് പറഞ്ഞു വന്നു. ചിലപ്പോൾ അതിൽ മിനിമം ഡ്യൂ ടു പേ എന്ന് പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഒരു 750 അല്ലെങ്കിൽ 1000 റുപ്പീസോ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും അതിൽ നമുക്ക് കാണാം. ഒന്നിൽ ഫുൾ എമൗണ്ട് അടയ്ക്കുക, അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ടു പേ. അതായത് ഇത് അടുത്ത ഒരു ലീഗൽ ഇതിലേക്ക് പോവാതെ ഇത്ര അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നോർമൽ ഇതിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സംഭവിക്കുന്നത് കുറേ പേര് ആ മിനിമം എമൗണ്ട് ടു ബി പെയ്ഡ് എന്നുള്ള ഇത് ഒരു മിനിമം എമൗണ്ട് മാത്രം അടച്ചു പോകുന്നു. പക്ഷെ ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 50,000 രൂപ ബില്ല് വന്നു, 1000 റുപ്പീസ് നിങ്ങൾ അടച്ചു. അപ്പോൾ 49,000 നിങ്ങളുടെ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ 49,000 നെക്സ്റ്റ് ഡേ തൊട്ട് ആ ബില്ലിൻ്റെ ഒരു സൈക്കിൾ കഴിഞ്ഞ് ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ബില്ല് അടയ്ക്കുന്നതിന് ഒരു ഡേറ്റ് പറയുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഒരു 2 വീക്സ് ടൈം ഫ്രെയിം നിങ്ങൾക്ക് തരുന്നു. ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 1000 റുപ്പീസ് അടച്ചുള്ളെങ്കിൽ 49,000 അവിടെ ബാലൻസ് നിൽക്കുന്നുണ്ടല്ലോ, അതിന് പിന്നെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് തുടങ്ങി. അപ്പോൾ സംഭവിക്കാൻ പോണത്, ഇപ്പം നിങ്ങൾ പിന്നെയുള്ള മാസം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ചിലപ്പോൾ അടുത്ത മാസമായി കഴിയുമ്പോൾ ഇനി എൻ്റെ 49,000 ഞാൻ അടയ്ക്കേണ്ടതുള്ളൂ എന്ന് പറയും. പക്ഷെ 49,000 ആയിരിക്കില്ല. ആ 49,000 പ്ലസ് നിങ്ങളിത് എത്ര ദിവസം ഇതിൽ ഹോൾഡായിട്ട് നിന്നു എന്നുള്ളത് നോക്കും. അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റും കൂടി നിങ്ങൾക്ക് ചാർജ് ചെയ്ത് വരും. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്യാതെ, നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, വേറൊരു ആവശ്യത്തിന് ഫണ്ട് നിങ്ങൾ കയ്യിലുള്ള പൈസ കൊടുത്തു, നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഫണ്ട് ഇത്രയും ബില്ല് അടയ്ക്കാൻ നിങ്ങൾക്കിപ്പോൾ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ മാത്രം, അത്രയ്ക്കൊരു ടൈറ്റ് സിറ്റുവേഷൻ ഫിനാൻഷ്യലി നിങ്ങൾ അത് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ആ മിനിമം എമൗണ്ട് എങ്കിലും അടയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ അടച്ചു പോവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ വെറുതെ പലിശയായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ മിനിമം എമൗണ്ട് മാത്രം നിങ്ങൾ ഒരു അടുപ്പിച്ചൊരു കുറച്ച് മാസങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നതിനെല്ലാം ഒരു പലിശയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആവും. അന്ന് നിങ്ങൾക്കിത് പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്തൊരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം എമൗണ്ട് പോലും പിന്നീട് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഭയങ്കരമായിട്ട് താഴേക്ക് പോയി ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ പലിശയായിട്ട് കൊടുക്കേണ്ടത് വരും. അങ്ങനെയുള്ള ബാധ്യതകൾ അനാവശ്യമായിട്ടുള്ളത് തലയിൽ ചുമക്കുന്നതിനുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ ബില്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ അത് അടച്ച് തീർക്കുക. കുറച്ചെങ്കിൽ കുറച്ച് അതിൽ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയൊരു എമൗണ്ട്, ചിലപ്പോൾ നിങ്ങളൊരു 1000 രൂപയായിരിക്കും ബാക്കി വയ്ക്കുന്നത്, 1000 രൂപയ്ക്ക് വരെ അവരതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, ശരി, താങ്ക് യു.